മിന്നു ഭയങ്കരിയാണെന്നല്ലേ പറഞ്ഞത്? അതെ, അവൾ അതിഭയങ്കരമാരെ കാണാത്തോണ്ടാ. അയ്യോ, ഒറ്റ നോട്ടത്തിൽ ആളെ തിരിച്ചറിയുന്ന മിന്നുവിന് മുഖലക്ഷണം അറിയാമായിരിക്കും. ഞാനും വരാം. എന്തിന്? അവിടെ വന്ന് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ എന്റെ അപ്പന്റെ ജോലി കൂടി കളയാനാ? അല്ല, എന്റെ മുഖലക്ഷണം അവളെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാലോ? ലക്ഷണം കെട്ട നിന്റെ മുഖത്ത് നോക്കിയ നാട്ടുകാര് വേണ്ടുവോളം പെരുമാറുന്നുണ്ടല്ലോ. ജ്യോതിഷം പറിച്ചില്ലോ? അതല്ല, വണ്ടി നിർത്താൻ. ബ്രേക്ക് കയ്യിലല്ലേ ഇരിക്കണേ? ഓ, മറന്നു. ഒരു രാജകുടുംബത്തിൽ അംഗം എന്നൊക്കെ പറയുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു ടാക്സിയിലെങ്കിലും പോണ്ടേ? എന്ത് ചെയ്യാൻ കാശ് വേണ്ടേ? കാശ് ഞാൻ തന്നിട്ടുണ്ടല്ലോ. എന്ത് 10 രൂപയാ? അത് മതി. ആ സ്റ്റോപ്പിൽ നിന്ന് സിറ്റി ബസ് കിട്ടും. 4 രൂപ 50 പൈസ കൊടുത്താൽ മിന്നു ഗ്രൂപ്പ് ഓഫീസിന്റെ മുമ്പിൽ കൊണ്ട് ചവിട്ടി ഇറക്കും. അപ്പൊ ഒരു ചായ കുടിക്കാൻ തോന്നിയാലോ? അതൊന്നും വേണ്ടി വരില്ല. കേട്ടിടത്തോളം അവളെ കണ്ടാൽ ഉടനെ തന്നെ നിനക്ക് തിരിച്ചു വരാൻ സാധിക്കും. അത് ആദ്യം നിനക്ക് ശരിക്കറിയാൻ ചേട്ടാ. ആദ്യ കാഴ്ചയിൽ തന്നെ ഈ ആദ്യത്തിന്റെ മുന്നിൽ മിന്നു വീണിരിക്കും, അല്ലെങ്കിൽ വീഴ്ത്തിയിരിക്കും. ഓക്കേ? ഓട്ടോ എവിടെ പോവാനാ? ഒന്ന് ക്രോസ് ചെയ്യാനാ. ഒന്ന് പോടാ. നീ പോടാ. എവിടെ നോക്കിയാടി ആളെ കൊല്ലി വണ്ടി ഓടിക്കണത്? മുഖത്തൊരു കണ്ണട ഉണ്ടല്ലോ, എന്നിട്ട് കണ്ടില്ല? നിങ്ങളല്ലേ ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്തത്? സ്കൂട്ടർ ഓടിക്കുമ്പോ ദിവാസ്വപ്നം കണ്ടിരുന്നാലേ കാൽനട യാത്രക്കാരെ കാണില്ല. നീ എന്താ നോക്കി പിടിപ്പിക്കണേ? നോക്കടാ. സത്യം പറഞ്ഞാൽ ഇവിടെ നടന്നത് ഈ കുട്ടിയുടെ കുഴപ്പം കൊണ്ടല്ല, അശ്രദ്ധ കൊണ്ട്. അതെ, അശ്രദ്ധ കൊണ്ട് ഇതുപോലെ ഒരിക്കൽ പറ്റിയതാണ് ഇങ്ങനെ. അതെ, കുട്ടിയുടെ നെറ്റിന്ന് ചോര വരുന്നുണ്ടല്ലോ. ചോര വരുന്നുണ്ടോ? എങ്കിൽ സമാധാനം. എനിക്കുള്ളിലാ പറയും, ഞാൻ തലയടിച്ചാ വീണത്. ഒരു ഹോൾ ബോഡി ചെക്കപ്പ് വേണ്ടി വരും. എന്ന് വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. എനിക്കൊന്ന് പെട്ടെന്ന് പോണം. അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. പോലീസ് വരട്ടെ, കേസാക്കാം. അല്ലെങ്കിൽ എനിക്കൊരു തല സ്കാൻ ചെയ്യണം. ഇതെന്താ ഇത്? 500 രൂപ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ പോലും തികയില്ല. ഈ തല സ്കാൻ ചെയ്യാൻ മിനിമം ഒരു 2000 രൂപയെങ്കിലും വേണ്ടി വരും. തൽക്കാലം അത് മേടിക്കേ. ആഹാ, ഇത് ലക്ഷങ്ങൾ മുടക്കി MBA വരെ പഠിച്ച തലയാണ്. കാണികളെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയും, ഈ ഒരു തല കൊണ്ട് വേണം ഒരു കുടുംബത്തെ പോറ്റാൻ. അതിങ്ങനെ മൂക്കത്ത് കണ്ണടം വെച്ച് ആകാശത്തേക്ക് നോക്കി വണ്ടി ഓടിക്കുന്നവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അയ്യോ, എനിക്ക് തലവേദനിക്കുന്നേ, എനിക്ക് തല സ്കാൻ ചെയ്യണേ. 2000 വെച്ചിട്ടാ? ചേട്ടന്റെ ഫയലിതാ. പോവാ. താങ്ക്സ്. ഒരു 500 രൂപ തരുമോ? സോറി, തരില്ല. 400 രൂപ? 5 പൈസ തരില്ല. 200 രൂപ? ഇത് ഞാൻ പണിയെടുക്കാതെ അധ്വാനിച്ചിട്ടൊക്കെ കാശാ. ടാക്സിക്കാരാ, വണ്ടി എടുക്കും. എത്ര പേരുണ്ട്? എനിക്ക് ഒരു പേരേ ഉള്ളൂ, ആന്റണി ആദിത്യവർമ്മ. തന്റെ ഓരോ പറഞ്ഞേ വണ്ടി മിന്നു ഗ്രിപ്പിലേക്ക് ചലിപ്പിക്കും. നമുക്കിനി കാണാതിരിക്കാം കേട്ടോ. വഴിയിൽ നിന്നും മാറി നിൽക്കും ഭിക്ഷന്തേരി. ഡ്രൈവർ, വണ്ടി ഒന്ന് സ്തംഭിപ്പിക്കൂ. ഇത് അപകടം പറ്റിയ കുട്ടിയല്ലേ? ഹായ് അപകട കുട്ടി. എത്ര പെട്ടെന്ന് 2000 റുപ്പീസ് കയ്യിൽ വന്നത്. ടെക്നോളജിയുടെ ഒരു പോക്കെ. അപ്പോ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓ, നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? എന്നാ നിന്റെ ശനിദശ തുടങ്ങി മോളെ. അതെ, നിക്ക്. ഇപ്പൊ സമയം എത്രയായി? കൃത്യനിഷ്ഠ, സമർപ്പണം, ആത്മാർത്ഥത, ഈ വക സ്വഭാവ ഗുണങ്ങൾ വാങ്ങുന്ന ശമ്പളത്തോട് കാണിക്കണം. അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളം നാട്ടുകാർക്ക് സ്കാനിങ്ങിനും എക്സ്റേക്ക് കൊടുക്കാനേ കാണൂ. മൂക്കിലൊരു കണ്ണട വെച്ചത് കൊണ്ട് മാത്രം ഇവിടെ ഒരു പെണ്ണും ഇന്ദിരാഗാന്ധി ആയിട്ടില്ല. കണ്ണുരുട്ടി പിടിപ്പിക്കാതെ പോയി അറ്റൻഡൻസിൽ ഒപ്പറി. പേടിച്ചു പോയി പാവം. വെൽട്ടൻ ആദിത്യവർമ്മ, വെൽട്ടൻ. പേരാദിത്യവർമ്മ, രാജരക്തത്തിൽ ജനനം, എന്റെ കൈകൊണ്ട് മരണം. ആദിത്യവർമ്മ. യെസ്. മാഡം, ഗുഡ് മോർണിംഗ്. You are a best performing artist. താങ്ക്സ്. ആണോ? മുഖത്ത് നവരസങ്ങൾ ഇങ്ങനെ അലതലകയല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ തരാറുണ്ട്. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഓ മൈ ഗോഡ്. ആ രൂപ വേണ്ടല്ലേ? ടെക്നോളജിയുടെ ഒരു പോക്കേ. ആളറിയാതെ പറ്റിയതാ. ഇരിക്കാനല്ല പറഞ്ഞേ. ആ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങ് തരൂ. എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്. നിനക്കെന്താടാ വല്ല മൂൽ? ഇങ്ങനെ
മിന്നുമോളെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടാ നോക്ക്. സപ്രത്തിന് വേറെന്തോ പറയാൻ വന്നാണ് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. വേണ്ടായിരുന്നു. ഇതിനകത്ത് സ്കാനിംഗ് റിപ്പോർട്ട് ഇല്ലല്ലോ. സ്കാനിംഗ് റിപ്പോർട്ടോ? ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഹോൾ ബോഡി സ്കാനിംഗ് റിപ്പോർട്ട് നിർബന്ധം. അത് മാത്രം പോരാ, നീ രാജരക്തത്തിൽ പിറന്നാണോന്ന് അറിയാൻ വേണ്ടിട്ട് രക്തം, കഫം, മലം, മൂത്ര എല്ലാം എനിക്ക് ടെസ്റ്റ് ചെയ്യണം. ഇല്ലേ മിന്നു? എത്രയും പെട്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് കൊണ്ടുവരും. ഇത് മിന്നുവിന്റെ പുതിയ തീരുമാനമാണ്. ഇതറിയാതെ പലരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ശരിയാക്കി തരാം. മാഡം, ആളറിയാതെ പറ്റിപ്പോയ അബദ്ധത്തിന് ക്ഷമ ചോദിക്കുന്നു. അതിനുള്ള ശിക്ഷയാണ് ഈ സ്കാനിംഗ് എങ്കിൽ ഞാൻ ചെയ്തിട്ട് വരാം. പക്ഷേ ഈ വേക്കൻസിയിൽ എന്നെ തന്നെ പരിഗണിക്കണം. ഇയാൾ അധികം സംസാരിക്കണ്ട, പോയി സ്കാനിംഗ് റിപ്പോർട്ടുമായി വാ. എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ആദിത്യവർമ്മ, ഓ, ഒരു ടൈ കെട്ടിയത് കൊണ്ട് മാത്രം ഒരാണും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവില്ല. ചെല്ലും. മേഡം, ഇതുവരെ ഇല്ലാത്ത ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ വലഞ്ഞു പോട്ടാ. എനിക്കാണ് ഈ ഹെർണിയുടെ അസുഖങ്ങളിൽ ഒരാഴ്ചയായിട്ട് മൂത്രം പോട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ സ്കാൻ ചെയ്യണം, മലമൂത്രമൊക്കെ പരിശോധിക്കുന്നവർ ഞങ്ങൾ എന്ത് ചെയ്യണം അല്ലേ? ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. അതെ, മിന്നു മനസ്സിൽ തീരുമാനിക്കുമ്പോൾ ഞാൻ മദ്രാസിൽ കാണും. നിങ്ങൾ ചെല്ല്. പെട്ടെന്ന് പോകാം. ദേവി സ്കാൻ സെന്ററിൽ ചെന്ന് ടെസ്റ്റ് ചെയ്താൽ മതിയാ. എല്ലാരും പോണമെന്നില്ല. എല്ലാവരുടെ മൂത്രവും കൂടെ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു വാങ്ങിച്ചിട്ട് നീ കൊണ്ടുപോയാൽ മതി. സ്കാൻ ചെയ്തില്ലെങ്കിൽ എല്ലാത്തിന്റെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യൂന്ന് പറഞ്ഞപ്പോ സത്യം എല്ലാരും പേടിച്ചു പോയി. മഞ്ജുലേട്ടൻ പോ. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ടെസ്റ്റ് ചെയ്തേ. Get out. ശരി. നീ അവളുടെ കയ്യിൽ നിന്ന് ഒപ്പിച്ചത് 2000 രൂപ. അവളെ പേടിച്ച് നീ സ്കാനിങ്ങിന് കൊടുത്തത് 3500 രൂപ. അവളെ ആർക്കാടാ പേടി? പിന്നെ എന്റെ അപ്പനെ ഓർത്ത് ഞാൻ ശ്രമിച്ചതാ. അവളുടെ കയ്യും കാലും പിടിച്ചെങ്കിലും ഞാൻ ആ ജിഎമ്മിന്റെ കസേരയിൽ നിന്ന് ഇരിക്കട്ടെ, അവളെ ഞാൻ വരച്ച വരയിൽ നിർത്തും. അപ്പൊ നീ വരയ്ക്കോ? ഇല്ല, ചെരക്കും. മിടുക്കൻ. നീ ആരാ ആദിത്യവർമ്മ? ഈ സ്കാനിംഗ് റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചോളൂ. എന്റെ കുഞ്ഞു തലക്ക് ഇത്ര വലിയ റിപ്പോർട്ട്? 7 ഗുളികനാ, സൂക്ഷിച്ചോ. നീ ഉള്ള ഗുളിക കഴിക്കാൻ നോക്കും. അല്ല, ഞാൻ കൂടെ വരാം. ഇതെന്താ ബീവറേജിന്റെ ക്യൂ? ദേ, ഒരു ചെറിയ നീണ്ട ക്യൂ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു ഐഡിയ ഉണ്ട്. കൂടെ നിക്കണം. ജ്യോതിഷം പോലെ കുളമാക്കരുതേ. വാ. എന്തൊരു വിധി! കപട രോഗിയെ ഒറിജിനൽ രോഗി തള്ളുന്നു. അയ്യോ, അയ്യോ. അതെ അതെ. ഇതെന്തോന്നു? മരുന്ന് കുടിക്കാം നമ്മള്. ചോര. അയ്യോ, എല്ലാവരും ഒന്ന് വഴിമാറണേ. ഒരു രോഗിയാണ്, അപകടത്തിൽ തല ചെതറിയതാണ്. ഒന്ന് വഴി മാറണേ. എവിടെ നോക്കിയാണ് വണ്ടി അതെ, ഞാൻ കണ്ടില്ല. എന്നാ ഞാൻ കണ്ടു. എടാ നീ എന്റെ ചേച്ചി, അപകടത്തില് തലച്ചോറ് നെയ്ച്ചോറായി മരിക്കാറായ ഒരു രോഗിയാണ്. ഒന്ന് പെട്ടെന്ന് മാറും ചേട്ടാ, ഒന്ന് കൈപിടിച്ചാ. നമ്മുടെ ആന്റണിയുടെ മകൻ ആദിത്യനല്ലേ? എന്റെ കർത്താവേ, ഈ ചെറുക്കന് ഇതെന്തോ പറ്റി. അയ്യോ, ബാലൻസ് തന്നെ വെച്ചോ. മിന്നു മേഡത്തിന് ദേ പോകുന്നു. അയ്യോ മേഡം, അയ്യോ. അതെ, സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടി, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. എത്ര വർഷം വേണമെങ്കിലും ജോലി ചെയ്തോളാൻ പറഞ്ഞു. തലയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇതാണ് എന്റെ തലകൾ. ഇപ്പൊ ഇയാൾക്ക് ആശ്വാസമായല്ലോ. ഇനി സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കോ. അയ്യോ മേഡം, അങ്ങനെ പറയരുത്. ഇയാളുടെ തല സ്കാൻ ചെയ്യാന്നുള്ളത് എന്റെ ഒരു കുഞ്ഞു പ്രതികാരായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് താൻ തന്നെ സാധിച്ചു കരുതിയില്ല. ഓക്കെ, ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഹൈവേയിൽ വെച്ച് കാണാം. അയ്യോ പോലെ, അങ്ങനെ പറഞ്ഞ ഈ 2 വീലറിന് തല വെച്ച് ഞാൻ മരിക്കും. എനിക്ക് ഒരു തവണത്തേക്ക് മാപ്പ് തന്നൂടെ? സോറി ആദിത്യവർമ്മ, ചോദിക്കുമ്പോ എടുത്തു തരാൻ മാത്രം എന്റെ മാപ്പ് സ്റ്റോക്ക് ഇല്ലല്ലോ. അയ്യോ, ഒരു കാര്യം മറന്നു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ചുമക്കുന്ന തലയല്ലേ ഇത്? ഇനി ഈ തലയ്ക്കൊന്നും സംഭവിക്കാതിരിക്കാൻ എന്റെ വക ഇതിരിക്കട്ടെ. ഹെൽമെറ്റ് ഇട്ടിട്ട് കാര്യമില്ല മേഡം, ജോലി. ചപ്പിപ്പോയി. എന്താ ഭാഗ്യം നമ്മുടെ മോളിങ്ങനെ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ എല്ലാരോടും ഇങ്ങനെ പെരുമാറുന്നത്. ആ, എല്ലാം കാണാനും കേൾക്കാനും എന്നെ തനിച്ചാക്കിയിട്ട് നീ പോയില്ലേ? ആന്റണിക്ക് ഞാൻ കൊടുത്ത വാക്കാ. സാരയില്ല. അയാളോട് ഇത്ര വലിയ തെറ്റ് ഞാൻ ചെയ്തെന്ന് അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം.
നാളെ തന്നെ മിന്നു ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ ആക്കാം അയാളെ. പക്ഷെ ഒരു കാര്യം, ആ ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ച ആ നിമിഷം ഞാൻ അയാളെ പറഞ്ഞുവിടും. അന്ന് എന്റെ അമ്മയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. പ്രോമിസ്. പോരെ. മതി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. ഇപ്പൊ സന്തോഷായില്ലേ? എങ്കിൽ ചെലവ് ചെയ്യാം. എന്നാൽ ലഡുലാവാം. എന്റെ ഒരു സന്തോഷത്തിനാ. നിങ്ങളുടെ സന്തോഷത്തിനോ? നിങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നത്? നിങ്ങൾ ഇവിടുത്തെ ഡ്രൈവറാണ്. നിങ്ങൾ ആ ജോലി ചെയ്താൽ മതി. ഞാനാ പറഞ്ഞ സ്റ്റാഫിന് എല്ലാവർക്കും ലഡു കൊടുക്കാൻ. ആ, ഓ താങ്ക് യു. വേണ്ട വേണ്ട. ആ. അളിയ ഒരെണ്ണം എടുക്കളിയ. ആന്റണി ചേട്ടന് കഴിക്കേ. അളിയൻ എപ്പോഴും ചൂടായി. മോളെ ലഡു. അമ്മാവാ ലഡു എന്റെ പട്ടി തിന്നും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തിന്നാം. അവനോടുള്ള വെറുപ്പ് എന്തിനാ പാവം ലഡുവിനോട് തീർക്കുന്നത്? നില്ലേ പട്ടി എന്നെ. നോ, എനിക്കൊരു എക്സ്പ്ലനേഷൻ കേൾക്കണ്ട. പറഞ്ഞ സമയത്ത് തന്നെ ഫ്ലാറ്റ് ഡെലിവറി ചെയ്തിരിക്കണം. മിന്നു പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. പരിക്ക് പറ്റിയ തൊഴിലാളിക്ക് പകുതി പണം മിന്നു ഗ്രൂപ്പ് കൊടുക്കും, ബാക്കി കോൺട്രാക്ട് കൊടുത്തിരിക്കണം. അത് തന്നെയല്ല, എത്രയും പെട്ടെന്ന് തൊഴിലാളി സമരം അവസാനിപ്പിച്ച് പണി തുടങ്ങിയിരിക്കണം. മനസ്സിലായടാ? ഓ എന്തോ നിക്കോ അമ്മവാ വന്നല്ലോ. അമ്മവാ എന്നെ മാനേജർ ആക്കണ്ട, അസിസ്റ്റന്റ് മാനേജർ ആയിട്ടെങ്കിലും. യവൻ എന്താ മനസ്സിലാക്കിയത്? എടാ, ഒരു അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനും അറിയാത്തവൻ എന്നല്ല അർത്ഥം. അനാവശ്യം പറയരുത്. എനിക്ക് വായിക്കാനേ അറിയാതുള്ളൂ, എഴുതാൻ അസലായിട്ട് അറിയാം. ആര് പറഞ്ഞു? 7ാം ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിച്ച കുഞ്ഞുമോൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അമ്മാവാ എനിക്ക് ഒരു അവസരം എന്താ? എന്തിന്? അമ്മാവന് തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വർക്ക് സൈറ്റിലെ തൊഴിലാളി പ്രശ്നം ഈ മഞ്ചുളം പരിഹരിക്കും. എന്നിട്ട് എനിക്കൊരു അവസരം തന്നാ മതി. എന്നെ വിജയശ്രീ ലാളിതനായി തിരിച്ചു വരാൻ വേണ്ടിട്ട് അമ്മാവൻ പ്രാർത്ഥിക്കണം. അമ്മാവാ. കാലേന്ന് വിടറാ. ഞാൻ വിടൂല. എന്നെ വിടാൻ തീരുമാനിക്കുക. തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം. മിന്നു ഗ്രൂപ്പ് തീരുമാനിക്കുക. മിന്നു ഗ്രൂപ്പ് തീരുമാനിക്കുക. മക്കളെ, മുതലാളിമാര് വന്നിട്ട് ഇവനെ വിട്ടാ മതി. കേൾപ്പിക്കടാ. സൂചന മാത്രം, സൂചന മാത്രം. ഇന്നീ സമരം സൂചന മാത്രം. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, ചരിത്രം കേട്ടിട്ടില്ല. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. ശാരദ, നീ ചുമ്മാ ബഹളം വെക്കാതിരിക്കേ. അവരവനെ ഒന്നും ചെയ്യില്ല. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. ഏട്ടാ, ഏട്ടാ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു പറ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാം. മഞ്ജുൾ കുമാറിന്റെ ലക്ഷറി തോൽവിയല്ലേ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. സർ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ പിന്നെ ലാത്തി ചാർജായി, കേസായി. അത് പിന്നെ വലിയ വാർത്തയാവും. ഈ പ്രശ്നം രാഷ്ട്രീയക്കാരെ ഏറ്റെടുത്താ പിന്നെ പെട്ടെന്നൊരു പ്രശ്നപരിഹാരം ഉണ്ടാവില്ല. എന്ത് ചെയ്യണമെന്നാ ആദ്യം പറയുന്നേ? സർ, ഞാൻ അവരുമായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കാം. അപ്പോ എനിക്ക് നമ്മുടെ വർക്ക് സൈറ്റുകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. എനിക്ക് തോന്നണത് സ്റ്റേഷനിലേക്ക് നേരിട്ട് വിളിച്ചു പറയണതാ നല്ലതെന്നാ. എന്താ? നമ്മൾ ഒരേ നാട്ടുകാരൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനിപ്പോ തന്നെ GM ആണ്. ഒരു GMന്റെ മുഖത്ത് നോക്കി ഒരു ഡ്രൈവർ കൊഞ്ഞനം കുത്തി കാണിച്ചാൽ അതിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് അറിയോ മിസ്റ്റർ? ബൈ ദ വേ, സാർ അനുവദിച്ചാൽ ഞാൻ അവരുമായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കാം. എന്താ മോളുടെ അഭിപ്രായം? നമ്മുടെ പുതിയ GM അല്ലേ, പോയിട്ട് വരട്ടെ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ചേച്ചിന് കരയാണ്ടിരിക്കേ, മഞ്ജുളിനെ ഞാൻ കൊണ്ടുവരും. ഡ്രൈവർ വണ്ടി എടു. വേണ്ട, ഞാൻ വരാം. ഓ, അടുത്ത പ്രാവശ്യമെങ്കിലും സമരത്തിന് വരുമ്പോ പുകയില്ലാത്ത അടുപ്പ് കൊണ്ടുവരാൻ പറയണേ. പിള്ളേരെ ഓടി കളിക്കാതെ ഇവിടെ എങ്ങനെ വന്നിരിക്കേ. ബെസ്റ്റ് പണി. ഇത് വെന്തില്ല പിള്ളേരെ, ഇത് വേവുള്ള അരിയാണ്. ഒരാളുണ്ട്, എന്തൊക്കെ ചെയ്യണം. ഇങ്ങോട്ട് വാ മക്കളെ. ഇനി സ്വന്തം മക്കള് തന്നെയാണോ? മോൻ മാമനെങ്ങനെ ഇടാ പോടാന്ന് വിളിക്കരുത്. ചിലപ്പോ ഞാൻ മാനേജർ ആവും. അപ്പോഴോ
അനുസരണ വേണ്ടേ? കൊച്ചുകുട്ടിയല്ലേ നീ? നീ അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലടാ. പിള്ളേര് തുടങ്ങിയല്ലോ. മോനെ അനുസരണ വേണ്ടേ? വെറുതെ നിക്കണം. കഞ്ഞി റെഡി. നമ്മളാ കഞ്ഞില് പാറ്റിടണോ മാഡം? നിങ്ങൾ ആ തൊഴിലാളികളോട് സംസാരിക്കും. അത് പറഞ്ഞത് കേട്ടില്ല. കഞ്ഞി കുടിക്കാൻ മരുന്ന് സൂചന മാത്രം, സൂചന മാത്രം. ഹിന്ദി സമരം സൂചന മാത്രം. സൂചന മാത്രം, സൂചന മാത്രം. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. അതെ, ഞാൻ അവരോട് സംസാരിച്ച ശരിയാവില്ല. എങ്കിൽ കോൺട്രാക്ടറോട് സംസാരിക്കാം. വണ്ടി എടുക്ക്. അല്ല, പണി കിട്ടും. സമരക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ കുഞ്ഞിനെ കൂടെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ കഞ്ഞി വിളമ്പുന്നതായിരിക്കും. അടങ്ങി നില്ല് മോനെ. ഇറങ്ങണം മാനേജർ. അതാണ് പരിക്ക് പറ്റിയ ആൾക്ക് 5 പൈസ കൊടുക്കില്ലെന്ന് പറയുന്ന കോൺട്രാക്ടർ. അതെ, ഞാൻ സംസാരിച്ച പ്രശ്നമാവും. എന്ത് പ്രശ്നം? സമരം ചർച്ച ചെയ്ത് പരിഹരിക്കാന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നത്? ഞാൻ അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അതെ, ഞാൻ സത്യം പറയാം. പോയോ? സോറി മാഡം, ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഇതൊന്നും എന്നോട് പറയണ്ട. താഴെ ഞങ്ങളുടെ GM ഉണ്ട്, അയാളോട് സംസാരിച്ചോളൂ. ആരോട് വേണമെങ്കിലും ഞാൻ സംസാരിക്കാം. പക്ഷെ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും അപ്പം പറഞ്ഞത് അങ്ങനെ കേട്ടാ മതി. കിടന്ന് അതെ, ഇവ മിന്നു ഗ്രൂപ്പിന്റെ മാനേജർ ആയിരുന്നു. അപ്പോ അന്ന് പണിയിലെ കൃത്രിമം കണ്ടുപിടിക്കാൻ വേഷം മാറി വന്നതായിരുന്നു അല്ലേ സാർ? അന്ന് എനിക്ക് ആളെ അറിയില്ലായിരുന്നു. ഒരു ജനറൽ മാനേജർ ഒരിക്കലും ഒരു സാധാ ലേബർ വേഷത്തിൽ വരുമെന്ന് ഈ ഭൂമി മലയാളത്തിൽ ഒരു കോൺട്രാക്ടറും പ്രതീക്ഷിക്കില്ല. അതാണ് ആന്റണി ആട്ടിക്ക് സാർ, സിമെന്റിലൊന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല. പിന്നെന്തിലാണ് താൻ കുറവ് വരുത്തിയിട്ടുള്ളത്? അത് മണലിന്റെ ഡിമാൻഡ് കാരണം ചെറിയൊരളവിൽ പൊടിമണ്ണ് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. സാർ, അത് മേഡത്തിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യരുത്. മേഡത്തിന്റെ സ്വഭാവം സാറിന് അറിയാലോ. അതിലും മോശമാണ് എന്റെ സ്വഭാവം. സാറിന് അറിയാലോ തൊഴിലാളിക്ക് എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന്. അറിയാം, എല്ലാം എനിക്കറിയാം. തന്റെ ഓരോ നീക്കങ്ങളും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ സിമന്റിലും മണലിലും കൃത്രിമം കാണിച്ച് താൻ ഈ ഫ്ളാറ്റിന്റെ പണി തീർത്തേനെ. പക്ഷെ അങ്ങനെ തീർത്തിരുന്നെങ്കിൽ ഇവിടെ താമസിക്കേണ്ടിയിരുന്നവരുടെ പണിയും താൻ തീർത്തേനെ. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ എനിക്കെന്ന് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടേണ്ടി വന്നു. സാർ, ഒന്നും മിന്നുമേട് അറിയരുത്. തൊഴിലാളിക്കുള്ള നഷ്ടപരിഹാരം മുഴുവനും ഞാൻ കൊടുത്തോളാം. സമരം ഇപ്പൊ തന്നെ അവസാനിപ്പിച്ചേക്കാം. അതെ സാർ. കൈ പിൻവലിക്കൂ. ഇത് താനെന്ന് എന്നെ തെറി വിളിച്ചതിനും പിടിച്ച് തല്ലിയതിനും, ഇത് സിമന്റിലും മണലിലും കൃത്രിമം കാണിച്ചതിനും. ഇതെന്തിനാണ് സാർ? ഇത് താൻ ഇനി കൃത്രിമം കാണിക്കാതെ ഉണ്ടോ സാർ? തൽക്കാലത്തേക്കില്ല. ഇനി ഈ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് 5ന്റെ ചില്ലിക്കാശ് തനിക്ക് കിട്ടില്ല. മനസ്സിലായോ? വേണ്ട സാർ, എല്ലാം ഞാൻ ഏറ്റു. സാർ വണ്ടിയിലേക്ക് കയറിയാട്ടെ. ഓക്കെ, മാഡത്തിന് ഡോർ തുറന്നു കൊടുക്കൂ. സാർ, കണ്ണട. സോറി, കയറിക്കോളൂ മാഡം. ഉപ്പ് എല്ലാവരും ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ ഉപ്പെടുത്തിടണേ. അയ്യോ, ഇത് നമ്മുടെ വീട്ടിലെ വണ്ടിയാണല്ലോ. ഡ്രൈവർ, വണ്ടി എടുത്തു. ഒരു കാര്യം പറഞ്ഞോട്ട് ഞാനിവിടെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. നിർത്താൻ. അവൻ ഫോൺ എടുക്കുന്നില്ല. എന്താ ഫോൺ എടുക്കാത്തെന്ന് ചോദിക്കേ. അവനെന്തുവാ പറഞ്ഞേ? ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആദ്യം ഫോൺ എടുക്കുന്നില്ല. അപ്പോ നമ്മൾ ഊഹിച്ചത് ശരിയാ. ഇപ്പോ സംസാരിക്കാൻ പോലും ശേഷി ഉണ്ടാവില്ല. സ്കാനിംഗ് റിപ്പോർട്ട് വാങ്ങിച്ച് ഡോക്ടറെ കാണാൻ വന്നപ്പോഴാ ഞങ്ങൾ കണ്ടത്. എന്തായാലും ഒരാൾ വെറുതെ വന്ന് സ്കാൻ ചെയ്യില്ല. അന്വേഷിച്ചപ്പോ ഓൾ ബോഡി സ്കാനിങ്ങാ. അയ്യോ, ലക്ഷ്മിയെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അറിഞ്ഞപ്പോ പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കുക. കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണം. നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ നോക്കി. ഇപ്പൊ എന്തായി?